സോ ഈഗോ എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളൊരു സാധനമാണ്. പക്ഷേ ഈഗോ എന്ന് പറയുന്നത് എങ്ങനെ യൂസ് ചെയ്യണം, അത് ഈഗോ പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യണോ എന്നുള്ളതാണ്. ഈഗോ കാരണം നമുക്ക് നമ്മുടെ കരിയറിൽ പ്രശ്നങ്ങൾ വരുന്നു, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നു, പിന്നെ വീട്ടിൽ പ്രശ്നം വരുന്നു, ബന്ധുക്കളുടെ മാരീഡ് ലൈഫ് പ്രശ്നം. ഒരു മിസ് ഇന്ത്യ വിന്നർ പറഞ്ഞു ഓർക്കുന്നുണ്ട്, കൂടെ മത്സരിച്ച എല്ലാവർക്കും ഭയങ്കര ഈഗോ ആയിരുന്നു. എൻ്റെ കാവ്യ, ഇന്ന് ഞാനൊരു ഊബറിൽ യാത്ര ചെയ്തു. ആ ഊബർ ഡ്രൈവർക്ക് ഇതൊരു മുടിഞ്ഞ ഈഗോയാണെന്നറിയോ? എന്താ അങ്ങനെ തോന്നി? ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സ്പീഡ് കുറച്ച് ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ തന്നെ പോകണം. ഈ പറയുന്ന ഇത് നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഈഗോ എന്ന് പറയുന്ന സാധനം നല്ലതാണോ മോശമാണോ? ഈഗോ നല്ല സത്യത്തിൽ ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈഗോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന്റെ സെൽഫ് എസ്റ്റീം എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചതും അങ്ങനെ തന്നെയാണ് ഈ സബ്ജക്റ്റിൽ. ഈഗോ അതാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ള സാധനമാണ് ഈഗോ. ഈഗോ ആവശ്യമില്ലാത്തടത്തും അനാവശ്യമില്ലാത്തടത്തും കയറി വരുമ്പോൾ അത് അസൂയയുടെ വേറൊരു വേർഷൻ തന്നെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറഞ്ഞ വേർഷൻ. അതായത് നമുക്ക് ഈഗോ തോന്നുന്നത് നമ്മൾക്കില്ലാത്ത ഒന്ന് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് മറ്റൊരാളിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് ഈഗോ ഉള്ളതായിട്ട് തോന്നുന്നതാണ്. ഇപ്പം സക്സസ് ആവാത്തവരിലാണ് കൂടുതലും ഈഗോ കാണാറ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരിലും കാണും. ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്നത് ഞാൻ കോളേജിൽ പഠിച്ചത്, MBA സബ്ജക്റ്റ് പഠിച്ചത്. കാരണം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈഗോയാണ് എന്ന് ഞാൻ പഠിച്ച എക്സാമിന് മാർക്ക് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഈഗോ എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളൊരു സാധനമാണ്. പക്ഷേ ഈഗോ എന്ന് പറയുന്നത് എങ്ങനെ യൂസ് ചെയ്യണം, അത് ഈഗോ പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മളെ മോശമായിട്ട് ബാധിക്കുന്നത്. ശരിക്കും ഒന്നാലോചിക്കുക, ഇപ്പം സക്സസ് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സക്സസ് ഇന്ന ലെവലാണ്. ആ ലെവലിൽ നമ്മളൊരാളെ കാണുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കാണുന്ന, നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കാണുന്ന ഒരാളുണ്ടായിരിക്കും. അയാളോടായിരിക്കും നമ്മൾ ഈഗോ വെക്കുന്നത്. ഒന്നാലോചിക്കുക, ആ ഈഗോ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈഗോയുടെ ഒരു എക്സാമ്പിൾ പറയട്ടെ. പലപ്പോഴും നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ചില സെലിബ്രിറ്റീസിനൊക്കെ കാണുമ്പോൾ ചിലർക്ക് മടിയായിരിക്കും പോയി ഒരു ഫോട്ടോ എടുക്കാനോ സെൽഫി തരാമോ എന്നൊക്കെ ചോദിക്കാനും. അത് നമ്മൾ ചോദിക്കാത്ത എന്തുകൊണ്ടാണ്? സെലിബ്രിറ്റി വിട്, അതല്ലാതെ നമ്മളിപ്പോൾ കമ്പനിയിലെ മെയിൻ ആയിട്ടുള്ളൊരു ചെയർമാനോ അങ്ങനെ ഒരാളാണ് എന്ന് വെച്ചാൽ നമുക്കൊരു മടി, അത് നമ്മുടെ ഈഗോ നമ്മളെ അനുവദിക്കാത്തത് കൊണ്ടാണ് അല്ലേ? കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു അപകർഷതാബോധമായിരിക്കാം, എന്നാൽ ചില സമയത്ത് അത് ഈഗോ ആയിരിക്കാം, അത് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഈഗോ ചില സമയങ്ങളിൽ നമുക്ക് പാരയാവാറുണ്ട്, നല്ല രീതിയിൽ പാരയാവാറുണ്ട്. ഈ പറയുന്ന ഈഗോ എന്നത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാമെങ്കിലും ഒരു 99% ആൾക്കാരുടെ മനസ്സിലും ഈഗോ എന്നൊരു എലമെൻ്റ് ഉണ്ടായിരിക്കും. ആ ഈഗോനെ എങ്ങനെ നമ്മൾ വഴിതിരിച്ച് വിടുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ്. കാരണം നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഈഗോ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ പറയും അവൻ എന്നെ കഴിക്കാൻ വിളിച്ചില്ല, ചായ കുടിക്കാൻ പോയപ്പോൾ എന്നെ വിളിച്ചില്ല, ഇന്ന സാധനം ഉണ്ടല്ലോ, അതും കൺവേർട്ടഡ് ആയിട്ട് വരും. കുറേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടുകളയും. ഈഗോ കാരണം നമുക്ക് നമ്മുടെ കരിയറിൽ പ്രശ്നങ്ങൾ വരുന്നു, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നു, പിന്നെ വീട്ടിൽ പ്രശ്നം വരുന്നു, ബന്ധുക്കളുടെ മാരീഡ് ലൈഫ് പ്രശ്നം. ചിലപ്പോൾ മിണ്ടാൻ തന്നെ നമ്മളോട് മിണ്ടാൻ തന്നെ ആർക്കും ഇഷ്ടാവില്ല, ഒത്തിരി ഈഗോ കാണിക്കാൻ. ഈ പലയിടത്തും ഈ ഡിവോഴ്സ് കേസുകളൊക്കെ പലരും പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈഗോ കാരണം ഈഗോ പ്രശ്നങ്ങളായിരിക്കില്ലേ? നിനക്ക് എന്നെക്കാൾ ശമ്പളമുള്ള ജോലി, പറയാനുള്ള മടി, പറയാനുള്ള മടി, എന്നെക്കാൾ ശമ്പളമുള്ള ജോലി, നിനക്ക് എന്നെക്കാൾ സ്ഥാനമുണ്ട്, നിനക്ക് സ്ഥാനം കുറവാണ്, ഇങ്ങനെയൊക്കെയുള്ള ഈഗോകൾ. ഏറ്റവും വലിയ സംഭവം അറിയോ, ചില ആൾക്കാർ ഇത് എക്സ്പ്രസ് ചെയ്യും, അതായത് ഇവരുടെ ഈഗോ എക്സ്പ്രസ് ചെയ്യും, പറയും ഈഗോ ആയിട്ടല്ല പറയുന്നത്, അവരുടെ വാക്കുകൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ ചില ആൾക്കാർ ഇത് പറയത്തില്ല, ഈ മനസ്സിൽ കൊണ്ട് തന്നെ. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഇങ്ങനത്തെ തോട്ട്സ് മാത്രമേ വരൂ, അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല സിറ്റുവേഷൻസ് വരും. ആ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ്. ഇപ്പം ഞാൻ നേഹയോട് ചോദ്യം ചോദിക്കുക. ഇപ്പം നേഹയുടെ കരിയറിൽ ആരെക്കൂട്ടാകണം എന്നാണ് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു എയിം വെക്കുകയാണെങ്കിൽ ആരെക്കൂട്ടാകണം എന്നാണ് നേഹയുടെ ആഗ്രഹം? എനിക്ക് എൻ്റെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ അങ്ങനെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയും എനിക്കിങ്ങനെ ഒരാളെ കൂട്ടാകണം എന്നെനിക്കില്ല. എനിക്ക് ഞാൻ തന്നെയായിട്ടിരിക്കാനാണ് ഇഷ്ടം. എൻ്റെ തെറ്റുകളൊക്കെ മാറ്റി ഇമ്പ്രൂവ് ചെയ്ത് ബെറ്ററാക്കി വരാനാണ് എനിക്കിഷ്ടം. കാവ്യക്ക് ആരെ കൂട്ടാകാനാണ് ഇഷ്ടം? ഇങ്ങനെ ചോദ്യം എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം ഒരാളെ നമ്മൾ പറയും നമ്മുടെ റോൾ മോഡൽ ഇന്ന ആളാണ്. അപ്പോൾ അയാളോട് നമുക്കൊരു ഈഗോ ആണോ ഉള്ളത്, അതോ
ഈ പറയുന്ന എനിക്ക് ഇങ്ങനെ കൂട്ടാകണമെന്നാണ് ആദ്യം ചിന്തിക്കുക. അതിൻ്റെ പിന്നിൽ അവരുടെ ഇഷ്ടമായിരിക്കും. പക്ഷെ വേറെ സ്ഥലത്ത് നമ്മൾ ഈ പറയുന്നത് നമ്മൾ കാണുന്ന ഓരോ ഈ ആൾക്കാരുടെ മുഖങ്ങളും, നമ്മൾ ഈ റോൾ മോഡലാക്കുന്ന ആൾക്കാരുടെ മുഖങ്ങളും, ചില ആൾക്കാർക്ക് അതൊരു ഈഗോ അവന് നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് നടക്കുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ അവൻ്റെ ലൈഫുണ്ട്, അവനൊരു കുഴപ്പമില്ല, എനിക്കെന്താ ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത്. നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മളൊരു ബ്രോഡറായിട്ടൊരു വൈഡായിട്ട് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ അവന് നടക്കുന്നുണ്ട്, എനിക്കും നടക്കുമെന്ന് ചിന്തിക്കാതെ അവനിൽ ആ പറയുന്ന അവനെ നമ്മളൊരു സിംബലൈസ് ചെയ്ത് അവനെ ഒരു കാരണമാക്കി നമ്മുടെ ലൈഫ് നമ്മൾ റൂയിൻ ചെയ്തുകൊണ്ടിരിക്കുക, മോശമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈഗോ എന്ന് പറയുന്നതും ഈ പറയുന്നത് അതൊരു നെഗറ്റിവിറ്റി കൂടുതലുള്ളൊരു ടേമായിട്ട് തന്നെ എനിക്ക് ഈഗോയെ തോന്നിയിട്ടുള്ളത്. അപ്പം അത് എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും. അത് ജുബി പറയുന്നത് പോലെ നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാളെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുക, ഒരാളെ പോലെ ആകണമെന്നല്ല, അവരുടെ ചില ക്വാളിറ്റീസ് അവർക്കത് ചെയ്തു, നമുക്കതുപോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരോട് ഈഗോ വർക്കൗട്ട് ചെയ്യുന്നൊരു പ്രവണത എല്ലാവർക്കും ഉള്ളതാണ്, അങ്ങനെ വരാറുണ്ട്. പക്ഷെ അത് മാറാൻ എന്താ വഴി എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളങ്ങനെ പക്ഷെ അത് വർക്കൗട്ട് ഇത് എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല നേടാതെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് സക്സസ് അല്ല. വേറെ പോയിട്ടുണ്ട്, കറക്റ്റാണ്. അപ്പം അയാളുടെ കൂട്ടായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അയാളുടെ കൂട്ടായി നമ്മൾ അച്ചീവ് ചെയ്തു, അപ്പോൾ സക്സസ്ഫുള്ളായി. പക്ഷേ ഈ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നെഗറ്റീവാണ്. അത് ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞത് സക്സസ് ആവാത്തവരിലാണ് ഏറ്റവും കൂടുതൽ ഈഗോ കാണുന്നത്. ഇപ്പം നീ റോൾ മോഡലിന്റെ കാര്യം ചോദിച്ചു. ഇപ്പോൾ റോൾ മോഡലായിട്ട് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ തെറ്റുകളും ശരികളും തന്നെ എൻ്റെ റോൾ മോഡൽ. പക്ഷേ അതിനകത്ത് എന്നാലും എൻ്റെ മനസ്സിൽ കുറേ നീ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ റോൾ മോഡലല്ല, പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാൾ ശ്രീദേവിയാണ്. ബോളിവുഡിൽ പഴയ ആക്ട്രസ് ശ്രീദേവിയാണ്. എന്താ അറിയില്ല, അവരുടെ പല അഭിനയങ്ങളും അവരുടെ പല എക്സ്പ്രഷൻസും ഒക്കെ എനിക്ക് ഇപ്പോഴും കാണാൻ, പാട്ടുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കതിന് ഈഗോ എന്ന് പറയാൻ പറ്റില്ല. അവരെ പോലെ ആകണമെന്നും ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ എന്തോ ആ ഒരു വ്യക്തിയുടെ ആ ഒരു കാര്യങ്ങൾ, ചില കാര്യങ്ങളും അഭിനയത്തിന്റെ രീതികളും ഭയങ്കര ഇഷ്ടമാണ്. നേഹ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് കറക്റ്റാണ്. നേഹയ്ക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷെ അവരെ കൊണ്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നേഹ ഡിപ്രസ് ആവത്തില്ല. ഇല്ല. പക്ഷെ ഇതാവുന്ന ആൾക്കാരുണ്ട്, അവിടെ ഈ ഈഗോ വർക്കൗട്ട് ആവും. മനസ്സിലായി? അങ്ങനെയുള്ള ആൾക്കാരിൽ ആ ഈഗോ വർക്കൗട്ട് ആയി കണ്ടിട്ടുണ്ട്. അത് എനിക്ക് ചില ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഈ ചില ഫാഷൻ ഷോയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ മോഡൽസിന് പലർക്കും തോന്നും ഞാനാണോ ഇവളാണോ നല്ലത്. ബ്യൂട്ടി പേജന്റിനൊക്കെ പോകുമ്പോൾ, മിസ് ഇന്ത്യ പോലെ സാധനത്തിനൊക്കെ പോകുമ്പോൾ ഞാനാണോ ഇവളാണോ നല്ലത്, എനിക്കാണോ ഇവക്കാണോ സൗന്ദര്യം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു മെന്റാലിറ്റി ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ട്, 5'9" ഹൈറ്റ് ഉണ്ട്. ഞാൻ ഹീലിടുമ്പം എനിക്ക് 6 അടി 4 ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും റാമ്പിൽ. പക്ഷെ മറ്റൊരു പെൺകുട്ടി ഹീലിട്ടാൽ അവർ 5 അടി 10 ഇഞ്ച് എത്തുന്നുള്ളൂ, അല്ല 5 അടി 6 അടി എത്തുന്നില്ല. അല്ല, അപ്പൊ അങ്ങനെ അവിടെ ഈഗോ വർക്കൗട്ട് ആവും. അങ്ങനെ ഈഗോ വർക്കൗട്ട് ആവും. ഒരു കാര്യമുണ്ടേ, അപ്പൊ ആ പേജന്റിൽ നേഹ ജയിക്കുക, തോക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ട് എന്തിനാ ഇവക്ക് കൊടുത്തേ. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഈഗോയാണ്. പെണ്ണുങ്ങളിലല്ലേ ഏറ്റവും കൂടുതൽ ഈഗോ. അങ്ങനെ ഈഗോ അടിക്കാറുണ്ട്, അത് ശരിയാണ്. പണ്ട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഒരു മിസ് ഇന്ത്യ വിന്നർ പറഞ്ഞു ഓർക്കുന്നുണ്ട്, കൂടെ മത്സരിച്ച എല്ലാവർക്കും ഭയങ്കര ഈഗോ ആയിരുന്നു എന്നൊക്കെ. അല്ല, പെണ്ണുങ്ങളിൽ സാധാരണ ഇപ്പൊ നേഹക്കായാലും നേഹനേക്കാളും കുറച്ച് നല്ലൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തോന്നാറില്ല? എനിക്ക് തോന്നാറുണ്ട്. ഞാൻ തുറന്നു പറയും, എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ മനുഷ്യരും അതില്ലാത്ത ഒരു മനുഷ്യനില്ല. പക്ഷെ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കാൻ പഠിക്കുക. ആണുങ്ങളിൽ അത് ഉണ്ടാവാറില്ല. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, എങ്ങനെ നമുക്ക് നമ്മളെ ബെറ്റർ ആക്കാൻ കൂടെ ചിന്തിക്കുക. നമ്മൾ ആണുങ്ങൾക്ക് ഇല്ലാന്ന് പറയുന്നില്ല, ആണുങ്ങൾക്കും ഉണ്ട്. പക്ഷെ അതിന്റെ അളവ് കുറവായിരിക്കും. കാരണം ഉണ്ടല്ലോ, ഈ പെൺകുട്ടികൾക്ക് ഇത് കൂടാൻ കാരണം അവരുടെ നിങ്ങൾക്ക് കാണുന്നതെല്ലാം പൊന്നാണെന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ സാധനമുണ്ട്. അപ്പം അതുള്ളതുകൊണ്ടാണ് പൊതുവേ. പക്ഷേ അപ്പം ഈഗോ ബെസ്റ്റാണ് അല്ലെങ്കിൽ ഈഗോ കുഴപ്പമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഈഗോ ഓക്കെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഈഗോ വേണം, കുറച്ച് വേണം, പക്ഷെ അതിൽ കിടക്കാൻ പാടില്ല. ഈഗോ വേണം, പക്ഷെ ഈഗോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കും.